മലപ്പുറത്ത് കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കൃഷിനാശം ഉണ്ടായത്. സൂചിപ്പിച്ചതുപോലെ തന്നെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് തന്നെ കരുതലോടെയാണ് മുന്നോട്ട് പോകുന്നത്. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ വരുന്ന 5 ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ 27-ാം തീയതി വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നാണ് നിർദ്ദേശം. മലയോര തീരദേശ മേഖലകളിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം പോത്തുങ്കൽ പനങ്കയത്ത് ചുഴലിക്കാറ്റിൽ വ്യാപക കൃഷിനാശമുണ്ടായി. പ്രദേശത്തെ 1000-ഓളം വാഴകൾ നശിച്ചു. ഒരു വാഴയ്ക്ക് 300 രൂപയെങ്കിലും ചെലവാക്കിയ കർഷകർക്കാണ് വലിയ നഷ്ടം സംഭവിച്ചത്. ചുഴലിക്കാറ്റില് പോയതാണ് ഈ കണ്ട വാഴകൾ മുഴുവൻ. ഏകദേശം 950 വാഴകളോളം വെച്ചാണ്. ഇനി ഒരു 120, 130, 140 വാഴയേ ഉള്ളൂ ഇതിനകത്ത്. ബാക്കി മുഴുവൻ പോയി. അടുത്ത ഒരു 2 മാസം കഴിഞ്ഞാൽ വെട്ടാവുന്ന കൊലകളായി കിടക്കുന്നതല്ല. ഒരു 300 രൂപയോളം ഒരു വാഴയ്ക്ക് ചെലവ് വരുന്നത് വെട്ടാനാകുമ്പോഴത്തേക്ക്. അത്രയും ചെയ്തുണ്ടാക്കിയ ഒരു വാഴയാണ്. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തിയിട്ടുണ്ട്. അടിയന്തര സഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. വർഷങ്ങളായി കപ്പകൃഷിയിലൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഗംഗാധരന്റെ കൃഷി വിളവെടുക്കാനിരിക്കെയാണ് മഴയിൽ നശിച്ചത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.